പത്തനംതിട്ടയിലെ റാണി എന്ന മലയോര പട്ടണത്തിലേക്ക് ഒരു സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ അജിത്ത് അതിനെ കണ്ടത് തൻ്റെ മടുപ്പിക്കുന്ന നഗരജീവിതത്തിൽ നിന്നുള്ള ഒരു മോചനമായാണ്. എറണാകുളത്തെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഒരിടം, അതായിരുന്നു അവൻ്റെ സ്വപ്നം. എന്നാൽ ആ ശാന്തത വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. റാന്നി ടൗണിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാറി റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാലക്കാമറ്റം എന്ന വീടാണ് അജിത്തിന് താമസിക്കാൻ ലഭിച്ചത്. ബ്രോക്കർ സുരേന്ദ്രനാണ് ആ വീട് കാണിച്ചു കൊടുത്തത്. ഉച്ചസമയത്താണ് അവർ അവിടെ എത്തിയത്. സൂര്യൻ ഉച്ചിയിൽ നിൽക്കുമ്പോഴും ആ പറമ്പിലേക്ക് വെളിച്ചം വീഴാൻ മടിച്ചു നിൽക്കുന്നത് പോലെ തോന്നി. ആകാശത്തെ മറച്ചു നിൽക്കുന്ന കൂറ്റൻ റബ്ബർ മരങ്ങൾ ഒരു പച്ചപ്പന്തൽ പോലെ വീടിന് മുകളിൽ നിഴൽ വിരിച്ചു. സാറേ, ഇതാണ് വീട്. ഉടമസ്ഥൻ അമേരിക്കയിലാണ്. ആരും താമസിക്കാനില്ലാതെ പൂട്ടിയിട്ടേക്കുമായിരുന്നു. വാടകയുടെ കാര്യത്തിലൊന്നും സാറ് ടെൻഷനാകണ്ട. വീട് വൃത്തിയായി നോക്കിയാൽ മാത്രം മതി, സുരേന്ദ്രൻ തിടുക്കത്തിൽ പറഞ്ഞു. അയാളുടെ കണ്ണുകൾ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ജനലകളിലേക്ക് പോകുന്നത് അജിത്ത് ശ്രദ്ധിച്ചു. പക്ഷെ അപ്പോഴതൊരു അസ്വാഭാവിക കാര്യമായി അവന് തോന്നിയില്ല. വീട് പഴക്കം ചെന്നതായിരുന്നു. 90കളുടെ തുടക്കത്തിൽ പണിത കോൺക്രീറ്റ് വീട്. ചുമരുകളിൽ പായൽ പിടിച്ച് പച്ച നിറം പടർന്നിരിക്കുന്നു. മുൻവശത്തെ ഗേറ്റ് തുരുമ്പെടുത്ത് തുറക്കുമ്പോൾ ഒരു വിലാപം പോലെ ശബ്ദമുണ്ടാക്കി. വീടിനു ചുറ്റും വിജനമാണ്. അടുത്തൊന്നും വേറെ വീടുകളില്ല. തൊട്ടടുത്തുള്ള അയൽക്കാരൻ പോലും 200 മീറ്റർ അപ്പുറത്താണ്. അജിത്ത് വീടിനകത്തേക്ക് കയറി. തണുത്ത ഈർപ്പമുള്ള വായു അവനെ എതിരേറ്റു. ജനാലകളെല്ലാം അടച്ചിരുന്നതിനാൽ പകൽ സമയത്തും അകത്ത് സന്ധ്യ മയങ്ങിയതുപോലെയുള്ള ഇരുട്ടായിരുന്നു. ഹാളിലെ തറയിൽ മൊസൈക്കാണിട്ടിരുന്നത്. നടക്കുമ്പോൾ പാദങ്ങളിൽ തണുപ്പ് അരിച്ചു കയറുന്നു. താഴെ 2 ബെഡ്റൂമും അടുക്കളയും ഹാളുമുണ്ട്. സാറിനത് ധാരാളം മതിയാകുമല്ലോ, സുരേന്ദ്രൻ പറഞ്ഞു. മുകളിലോ? അജിത്ത് മുകളിലേക്ക് പോകുന്ന കോവണിപ്പടികൾക്ക് നേരെ വിരൽ ചൂണ്ടി. സുരേന്ദ്രൻ ഒന്ന് പരുങ്ങി. അത് സാറേ, മുകളിലത്തെ നിലയിൽ പഴയ സാധനങ്ങളാണ്. ഓണർ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങോട്ടാരും കയറാറില്ല. ആ ഗോവണിയുടെ മുകളിലെ വാതിൽ അടച്ചിട്ടേക്കുക. താക്കോൽ എൻ്റെ കയ്യിലില്ല. അജിത്ത് ആ ഗോവണിപ്പടികളിലേക്ക് നോക്കി. പഴയ തേക്കിൽ തീർത്ത പടികൾ. അത് ചെന്ന് അവസാനിക്കുന്നത് ഒരു വലിയ തടിവാതിലിലാണ്. ആ വാതിൽ കണ്ടപ്പോൾ അജിത്തിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. അത് വെറുമൊരു വാതിലായിരുന്നില്ല. എന്തോ ഒന്നിനെ പുറത്തുവിടാതിരിക്കാൻ പണിത ഒരു മതിലുപോലെ അതവിടെ നിന്നു. ആ വാതിലിൻ്റെ പിടിയിൽ പൊടി പിടിച്ചിരുന്നു. വർഷങ്ങളായി ആരും അത് സ്പർശിച്ചിട്ടില്ലെന്ന് വ്യക്തം. ശരി, വീടെനിക്കിഷ്ടപ്പെട്ടു, അജിത്ത് പറഞ്ഞു. ആ നിമിഷം വീടിന് പുറത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് ഒരു കാറ്റ് വീശി. വീടിൻ്റെ ജനാലകൾ വിറച്ചു. മുകളിലത്തെ അടച്ചിട്ട മുറിയിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടു. എന്താണത്? അജിത്ത് മുകളിലേക്ക് നോക്കി ചോദിച്ചു. സുരേന്ദ്രൻ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. അത് എലികളായിരിക്കും സാറേ. പഴയ വീടല്ലേ. ഞാൻ പോയി അഡ്വാൻസിൻ്റെ കാര്യം ശരിയാക്കാം. അയാൾ തിടുക്കത്തിൽ പുറത്തേക്ക് നടന്നു. അജിത്ത് തനിച്ചായി. അവൻ ആ ഹാളിൽ നിന്ന് മുകളിലത്തെ ഗോവണി വാതിലിലേക്ക് ഒന്നുകൂടി നോക്കി. തൻ്റെ തോന്നലാണോ എന്നറിയില്ല, ആ വാതിലിൻ്റെ വിടവിലൂടെ ഒരു ജോഡി കണ്ണുകൾ തന്നെ ഉറ്റുനോക്കുന്നതായി അവന് തോന്നി. അവൻ കണ്ണ് ചിമ്മി വീണ്ടും നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല, വെറും ഇരുട്ട് മാത്രം. പക്ഷേ അവനറിയില്ലായിരുന്നു, ആ വാതിൽ വെറുമൊരു മരപ്പലകയല്ലെന്നും അത് തുറക്കുന്നത് നരകത്തിലേക്കുള്ള വഴിയാണെന്നും. താമസം മാറിയ ആദ്യത്തെ 3 ദിവസങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. ഓഫീസ് ജോലികൾ കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോൾ അജിത്ത് വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാകും. റാന്നിയിലെ മഴക്കാലം തുടങ്ങാറായിരുന്നു. എപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷം. വൈകുന്നേരം 6 മണി കഴിയുമ്പോഴേക്കും ചുറ്റും കൂരിരുട്ടാകും. റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് ചിവീടുകളുടെ കരച്ചിൽ മാത്രം കേൾക്കാം. ആ ശബ്ദത്തിന് വല്ലാത്തൊരു കാഠിന്യമുണ്ടായിരുന്നു. അത് ചെവികളെ തുളച്ചു കയറുന്ന തരത്തിലുള്ളതായിരുന്നു. അജിത്ത് താമസിച്ചിരുന്നത് താഴത്തെ നിലയിലെ വലതുവശത്തെ മുറിയിലാണ്. ആ മുറിക്ക് നേരെ മുകളിലായിരുന്നു അടച്ചിട്ട ആ നിഗൂഢമായ മുറി. 4-ാം ദിവസം രാത്രി ഏകദേശം 12:30 അജിത്ത് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് കറണ്ട് പോയത്. ഇൻവെർട്ടർ ഇല്ലാത്ത വീടായതുകൊണ്ട് മുറി സമ്പൂർണ്ണ ഇരുട്ടിലായി. മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ അവൻ എഴുന്നേറ്റ് മെഴുകുതിരി കത്തിച്ചു. മെഴുകുതിരി വെളിച്ചത്തിൽ മുറിയിലെ നിഴലുകൾക്ക് ജീവൻ വയ്ക്കുന്നത് പോലെ തോന്നി. ചുവരിലെ നിഴലുകൾക്ക് വിചിത്രമായ രൂപങ്ങൾ. പെട്ടെന്ന് അജിത്ത് ആ ശബ്ദം കേട്ടു. അത് പുറത്തുനിന്നല്ലായിരുന്നു, വീടിനകത്തു നിന്ന്. കൃത്യമായി പറഞ്ഞാൽ മുകളിലത്തെ നിലയിൽ നിന്ന്. തറയിലൂടെ ഭാരമുള്ള എന്തോ ഒന്ന് വലിച്ചിഴയ്ക്കുന്ന ശബ്ദം. അജിത്ത് ശ്വാസം അടക്കി പിടിച്ചു. മുകളിൽ ആരുമില്ല.
ആ വാതിൽ താഴെ നിന്ന് പൂട്ടിയിരിക്കുകയാണ്. പിന്നെങ്ങനെ? ആ ശബ്ദം വീണ്ടും കേട്ടു. ഇത്തവണ കൂടുതൽ വ്യക്തമായി. ഒരു പഴയ തടിക്കസേര ടൈലിട്ട തറയിലൂടെ വലിച്ചിഴക്കുന്നത് പോലെ. ആരോ അത് വലിച്ച് ഒരിടത്തിട്ടു. പിന്നെ ഒരു നിശബ്ദത. അജിത്തിൻ്റെ യുക്തി മനസ്സുണർന്നു. മരപ്പട്ടിയാകും, അല്ലെങ്കിൽ വല്ല പൂച്ചയും ഓടുവഴി അകത്ത് കയറിയതാകും. അവൻ സ്വയം സമാധാനിപ്പിച്ചു. പക്ഷേ അടുത്തതായി കേട്ട ശബ്ദം അവൻ്റെ യുക്തിയെ തകർത്തു കളഞ്ഞു. മുകളിൽ ആ കസേരയിൽ ആരോ ഇരിക്കുന്ന ശബ്ദം. പഴയ തടിയുരയുന്നതിൻ്റെയും ഭാരം താങ്ങുമ്പോഴുണ്ടാകുന്ന ഞരക്കവും. തുടർന്ന് വിരലുകൊണ്ട് മേശപ്പുറത്ത് താളം പിടിക്കുന്നത് പോലെ. അജിത്ത് വിറയ്ക്കുന്ന കൈകളോടെ മൊബൈൽ ഫോൺ എടുത്തു. ടോർച്ച് തെളിയിച്ച് അവൻ ഹാളിലേക്ക് നടന്നു. കോണിപ്പടികൾക്ക് താഴെ നിന്ന് അവൻ മുകളിലേക്ക് നോക്കി. ആ അടച്ചിട്ട വാതിൽ അവിടെ തന്നെയുണ്ട്. പൂട്ട് ഭദ്രമാണ്. ആരാവിടെ? അവൻ ചോദിച്ചു. അവൻ്റെ ശബ്ദം ആ ഒഴിഞ്ഞ വീട്ടിൽ പ്രതിധ്വനിച്ചു. മറുപടിയില്ല. പക്ഷേ മുകളിലെ ശബ്ദം നിന്നു. പൂർണ്ണമായ നിശബ്ദത. അജിത്ത് തിരികെ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അത് സംഭവിച്ചത്. മുകളിലത്തെ മുറിയിൽ നിന്ന് അടച്ചിട്ട വാതിലിൻ്റെ വിടവിലൂടെ ഒരു മാർബിൾ ഗോലി ഉരുണ്ടുവരുന്ന ശബ്ദം. അത് തറയിലൂടെ ഉരുണ്ട് കോടിപ്പടികൾ ഓരോന്നായി ഇറങ്ങി വരികയാണ്. ശബ്ദം പടിയിറങ്ങി താഴേക്ക് വരുന്നു. അജിത്ത് ടോർച്ച് വെളിച്ചം കോണിപ്പടിയിലേക്ക് അടിച്ചു. ഒന്നുമില്ല. പക്ഷേ ആ ശബ്ദം അവൻ്റെ തൊട്ടുമുന്നിലെ പടിയിൽ വരെ എത്തി നിന്നു. അദൃശ്യമായ എന്തോ ഒന്ന് ഇപ്പോൾ അവൻ്റെ തൊട്ടുമുന്നിൽ നിൽക്കുന്നുണ്ട്. അജിത്ത് ഭയന്ന് പിന്നോട്ട് മാറി. പെട്ടെന്ന് കറണ്ട് വന്നു. ലൈറ്റുകൾ തെളിഞ്ഞു. കോണിപ്പടികൾ ശൂന്യമായിരുന്നു. എന്നാൽ കോണിപ്പടിയുടെ ഏറ്റവും താഴത്തെ പടിയിൽ, പൊടി പിടിച്ച തറയിൽ, ഒരു ചെറിയ കുട്ടിയുടെ കാൽപ്പാട് തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. നനഞ്ഞ വെറും കാലിൻ്റെ പാട്. അജിത്ത് ആ കാൽപ്പാടിലേക്ക് ഉറ്റുനോക്കി. അത് മുകളിലേക്ക് പോവുകയല്ല, മറിച്ച് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതാണ്. ആ നിമിഷം ആ വീട്ടിൽ താൻ ഒറ്റയ്ക്കല്ല എന്ന് അവന് ഉറപ്പായി. അന്ന് രാത്രി അജിത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ ചെറിയ ശബ്ദവും അവനെ ഞെട്ടിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ വീട് മുഴുവൻ പരിശോധിച്ചു. മുകളിലേക്കുള്ള വാതിൽ ഇപ്പോഴും പൂട്ടി തന്നെ കിടക്കുന്നു. ജനലകളെല്ലാം ഭദ്രമാണ്. പിന്നെ എവിടെ നിന്നാണ് ആ കുട്ടി വന്നത്? അല്ലെങ്കിൽ ആ കാൽപ്പാട്? ഓഫീസിൽ പോയിട്ടും അവന് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം തിരികെ വീട്ടിലേക്ക് പോകാൻ അവന് വല്ലാത്ത ഭയം തോന്നി. പക്ഷെ വേറെ വഴിയില്ലായിരുന്നു. വൈകുന്നേരം 7 മണി. അജിത്ത് വീട്ടിലെത്തി. വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ തന്നെ അവന് എന്തോ ഒരു മാറ്റം തോന്നി. രാവിലെ പോകുമ്പോൾ അവൻ ഡൈനിങ് ടേബിളിലെ കസാരകളെല്ലാം കൃത്യമായി അടുക്കി വെച്ചിരുന്നു. എന്നാലിപ്പോൾ അതിലൊരു കസാര മാത്രം വലിച്ചിട്ടിരിക്കുന്നു. ആരോ അതിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറെടുക്കും പോലെ. അജിത്തിൻ്റെ നെഞ്ചിടിപ്പ് കൂടി. അവൻ വേഗം പോയി വീടിൻ്റെ പിൻവാതിലുകളും ജനലയും പരിശോധിച്ചു. എല്ലാം അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. ആർക്കും പുറത്തുനിന്ന് അകത്ത് കടക്കാൻ കഴിയില്ല. പിന്നെങ്ങനെ കസേര മാറി? അവൻ കസേരയുടെ അടുത്തേക്ക് നടന്നു. കസേരയുടെ ഇരിപ്പിടത്തിൽ സീറ്റ് കുഷ്യനിൽ ഒരു ചെറിയ കുഴി രൂപപ്പെട്ടിരുന്നു. ആരോ മണിക്കൂറുകളോളം അതിൽ ഇരുന്നതുപോലെ. ആ കുഴി സാവധാനം പഴയ രൂപത്തിലേക്ക് മാറുന്നത് അവൻ നോക്കി നിന്നു. അതായത് അവൻ വരുന്നതിന് തൊട്ടു മുമ്പ് വരെ ആരോ അതിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഭയം ദേഷ്യത്തിന് വഴിമാറി. ആരാടാ ഇവിടെ? വെറുതെ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, അജിത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. വീടിൻ്റെ ചുവരുകളിൽ അവൻ്റെ ശബ്ദം തട്ടി പ്രതിധ്വനിച്ചു. മറുപടിയായി കേട്ടത് അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ വീഴുന്ന ശബ്ദമാണ്. അജിത്ത് അടുക്കളയിലേക്ക് ഓടി. സ്റ്റീൽ പാത്രങ്ങളെല്ലാം റാക്കിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നു. അവൻ തറയിൽ നിന്ന് ഒരു പാത്രം എടുക്കാൻ കുനിഞ്ഞു. അപ്പോഴാണ് അവൻ അത് കണ്ടത്. അടുക്കളയിലെ സ്ലാബിൽ പൊടി പിടിച്ച പ്രതലത്തിൽ വിരലുകൾ കൊണ്ട് ആരോ എഴുതിയിരിക്കുന്നു, പോകരുത്. മലയാളത്തിൽ കുട്ടികൾ എഴുതുന്നത് പോലെയുള്ള കൈപ്പട. അക്ഷരങ്ങൾക്ക് വിറയിലുണ്ടായിരുന്നു. അജിത്ത് സ്തബ്ധനായി നിന്നു. ഇത് തൻ്റെ തോന്നലല്ല, ഇവിടെ എന്തോ ഉണ്ട്. പെട്ടെന്ന് അവൻ്റെ തൊട്ടുപിന്നിൽ വളരെ അടുത്ത് ഒരു ശ്വാസോച്ഛ്വാസം കേട്ടു. ആരോ അവൻ്റെ പിരടിയിൽ നിശ്വാസം അയക്കുന്നു. തണുത്ത മരവിപ്പിക്കുന്ന ശ്വാസം. അജിത്ത് തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ ശരീരം അനങ്ങുന്നില്ല. ഭയം അവനെ വരിഞ്ഞു മുറുകിയിരുന്നു. ആ ശ്വാസം അവൻ്റെ ചെവിയിലേക്കടുത്തു. എന്നിട്ട് ഒരു പുരുഷൻ്റെ പരുക്കൻ ശബ്ദത്തിൽ വളരെ പതുക്കെ മന്ത്രിച്ചു, ഇവിടെ ഞങ്ങളുണ്ട്. ആ നിമിഷം കറണ്ട് പോയി. അജിത്ത് ഇരുട്ടിൽ തനിച്ചായി. അല്ല, തനിച്ചല്ല, ആ കുടുംബത്തോടൊപ്പം. ഇരുട്ടിൽ അവൻ്റെ തൊട്ടുമുന്നിൽ നിന്ന് 2 ചുവന്ന കണ്ണുകൾ അവനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ രാത്രി എങ്ങനെയോ അജിത്ത് കഴിച്ചുകൂട്ടി. അവൻ കാറിൽ കയറി ടൗണിലുള്ള ഒരു ലോഡ്ജിലാണ് അന്നുറങ്ങിയത്. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു.
വീട് മാറുന്നതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും ഇത്ര പെട്ടെന്ന് മറ്റൊരു വീട് കിട്ടുക ബുദ്ധിമുട്ടാണ്. മാത്രമല്ല തൻ്റെ യുക്തിബോധം ഇതിനെ വെറും ഒരു ഭ്രാന്തായി തള്ളിക്കളയാൻ അവനെ പ്രേരിപ്പിച്ചു. ആരോ എന്നെ പറ്റിക്കാൻ നോക്കുന്നതാകും, ഒരുപക്ഷെ അയൽക്കാർ ആരെങ്കിലും, അവൻ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഉച്ചയോടെ അവൻ വീണ്ടും ആ വീട്ടിലെത്തി. പകൽ വെളിച്ചത്തിൽ വീട് കുറച്ചുകൂടി സാധാരണ പോലെ തോന്നി. അവൻ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് നടന്നു. അവിടെ ഒരു മധ്യവയസ്കനായ ചേട്ടനും ഭാര്യയുമാണ് താമസം. പേര് രാഘവൻ. അജിത്ത് കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ ചോദിക്കാൻ തീരുമാനിച്ചു. രാഘവേട്ട, ആ പാലക്കാമറ്റം വീട്ടിൽ ഇതിനു മുമ്പ് ആരാ താമസിച്ചിരുന്നത്? അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? രാഘവേട്ടൻ്റെ മുഖം മാറി. അയാൾ ഭാര്യയെ ഒന്ന് നോക്കി. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, മോനെ, ബ്രോക്കർ സുരേന്ദ്രൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, വിദേശത്തുള്ള ഒരാളുടെ വീടാണെന്ന് മാത്രം പറഞ്ഞു. രാഘവേട്ടൻ ഒന്ന് നെടുവീർപ്പിട്ടു. വിദേശത്തോ? ആ വീട്ടുടമസ്ഥനും കുടുംബവും ആ വീട് വിട്ട് എങ്ങും പോയിട്ടില്ല മോനെ. അവർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. അജിത്തിൻ്റെ രക്തം മരവിച്ചു. എന്താ ചേട്ടൻ ഉദ്ദേശിച്ചത്? 5 വർഷം മുമ്പാണ് അവിടെ താമസിച്ചിരുന്നത് ജയദേവൻ എന്നൊരാളായിരുന്നു. വലിയ സാമ്പത്തിക ബാധ്യതയായി. കടക്കാർ ശല്യം തുടങ്ങി. അവസാനം ഗതികെട്ട് രാഘവേട്ടൻ ഒന്ന് നിർത്തി. ഒരു രാത്രി ജയദേവൻ തൻ്റെ ഭാര്യയെയും 7 വയസ്സുള്ള മകളെയും കൊന്നു. വിഷം കൊടുത്തല്ല, കഴുത്ത് ഞെരിച്ച്. ആ കുഞ്ഞ് എന്തുമാത്രം പിടഞ്ഞു കാണുമെന്ന് ആലോചിക്കാൻ വയ്യ. അതിനുശേഷം ജയദേവൻ മുകളിലത്തെ നിലയിലെ ആ മുറിയിൽ തൂങ്ങി മരിച്ചു. അജിത്തിന് തല കറങ്ങുന്നത് പോലെ തോന്നി. തൻ്റെ കിടപ്പുമുറിയുടെ തൊട്ടുമുകളിലാണ് ജയദേവൻ തൂങ്ങി മരിച്ചത്. ആ ഗോവണിയിലൂടെ ഉരുണ്ടുവന്ന മാർബിൾ, അത് ആ മരിച്ച കുട്ടിയുടേതായിരുന്നോ? മോനെ, ആ സംഭവത്തിന് ശേഷം അവിടെ ആരും താമസിച്ചിട്ടില്ല. താമസിക്കാൻ വന്നവരൊക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഓടിപ്പോയിട്ടുമുണ്ട്. രാത്രികളിൽ അവിടെ നിന്ന് കരച്ചിലും നിലവിളിയുമൊക്കെ കേൾക്കാറുണ്ട്. നീ എന്തിനാ അങ്ങോട്ട് പോയത്? അജിത്ത് ഒന്നും മിണ്ടാതെ തിരികെ നടന്നു. കാലുകൾക്ക് ഭാരം തോന്നി. ഇനി അവിടെ തുടരുന്നത് ആത്മഹത്യാപരമാണ്. ഇന്ന് തന്നെ മാറണം. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങണം. അവൻ തിരികെ വീട്ടിലെത്തി. സമയം വൈകുന്നേരം 5 മണി. വീടിൻ്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നു. അവൻ പോകുമ്പോൾ വാതിൽ പൂട്ടിയിരുന്നു. താക്കോൽ അവൻ്റെ പോക്കറ്റിലാണ്. ആരോ അകത്തുണ്ട്. അജിത്ത് ധൈര്യം സംഭരിച്ച് അകത്തേക്ക് കയറി. ഹാളിലെ കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോയി. അവൻ പാക്ക് ചെയ്തു വെച്ചിരുന്ന പെട്ടികളെല്ലാം തുറന്നു കിടക്കുന്നു. തുണികളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു. എന്നാൽ ഏറ്റവും ഭീകരമായ കാഴ്ച അതല്ലായിരുന്നു. ഹാളിൻ്റെ നടുവിൽ സീലിംഗിൽ നിന്ന് ഒരു കയർ തൂങ്ങിക്കിടക്കുന്നു. ഒരു പഴയ മുഷിഞ്ഞ കയർ. അത് ഫാനിൽ കെട്ടിയിട്ടില്ല. വായുവിൽ, ശൂന്യതയിൽ നിന്ന് അത് താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. കയറിൻ്റെ അറ്റം ഒരു കുരുക്കായി കെട്ടിയിട്ടുണ്ട്. ആ കുരുക്കിന് നേരെ താഴെ ആ പഴയ തടിക്കസേര ഇട്ടിരിക്കുന്നു. പെട്ടെന്ന് മുകളിലത്തെ നിലയിലെ അടച്ചിട്ട വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ആ വാതിൽ മലർക്കെ തുറന്നു. കോവണിപ്പടികൾക്ക് മുകളിൽ ഇരുട്ടിൽ ഒരു രൂപം തെളിഞ്ഞു വന്നു. ഒരു പുരുഷൻ. കഴുത്ത് ഒരു വശത്തേക്ക് ഒടിഞ്ഞ് തല തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്നു. നാവ് പുറത്തേക്ക് തള്ളി. കണ്ണുകൾ അജിത്തിനെ നോക്കി തുറിച്ചു നിൽക്കുന്നു. ആ രൂപം ഗോവണിപ്പടികൾ ഇറങ്ങാൻ തുടങ്ങി. കാലുകൾ നിലത്തു തൊടുന്നില്ല. അത് ഒഴുകി വരികയാണ്. അതിൻ്റെ പിന്നാലെ ഒരു സ്ത്രീയുടെയും കുട്ടിയുടെയും അവ്യക്തമായ രൂപങ്ങൾ. നീ എവിടേക്കാ പോകുന്നത്? ആ രൂപം ചോദിച്ചു. ചുണ്ടുകളനങ്ങാതെ. അജിത്തിൻ്റെ തലച്ചോറിലാണ് ആ ശബ്ദം കേട്ടത്. ഞങ്ങൾക്ക് കൂട്ടുവേണം. അജിത്ത് വാതിലിന് നേരെ ഓടി. പക്ഷേ വാതിൽ അടഞ്ഞുപോയി. അവൻ പിടിച്ചു വലിച്ചു. തുറക്കുന്നില്ല. പുറത്തുനിന്നാരോ ലോക്ക് ചെയ്തതുപോലെ. ആ രൂപങ്ങൾ ഗോവണിപ്പടികളിറങ്ങി താഴെയെത്തി. തണുപ്പ് അസഹനീയമായി. അജിത്തിന് ശ്വാസം മുട്ടാൻ തുടങ്ങി. ആ കുട്ടി, ആ 7 വയസ്സുകാരി, അവൾ അജിത്തിൻ്റെ കാലിൽ പിടിച്ചു. ഐസ് പോലെ തണുത്ത കൈകൾ. അവൾ തലയുയർത്തി അവനെ നോക്കി. അവളുടെ കഴുത്തിൽ വിരലുകൾ അമർന്നതിൻ്റെ കറുത്ത പാടുകളുണ്ടായിരുന്നു. അങ്കിൾ, കളിക്കാൻ വരുമോ? അവൾ ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. അജിത്ത് സർവശക്തിയുമെടുത്ത് വാതിലിൽ ആഞ്ഞു ചവിട്ടി. പഴയ സാക്ഷ തകർന്ന് വാതിൽ തുറന്നു. അവൻ പുറത്തേക്ക് തെറിച്ചു വീണു. മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് കാറിലേക്ക് ഓടി. കാർ സ്റ്റാർട്ടാകുന്നില്ല. കൈകൾ വിറയ്ക്കുന്നു. വീടിൻ്റെ വരാന്തയിൽ ആ 3 രൂപങ്ങളും നിൽക്കുന്നു. അവർ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒടുവിൽ കാർ സ്റ്റാർട്ടായി. അവൻ ആക്സിലേറ്റർ ചവിട്ടി. ഗേറ്റ് കടക്കുമ്പോൾ അവൻ റിയർവ്യൂ മിററിലൂടെ നോക്കി. ആ രൂപങ്ങൾ ഗേറ്റിനപ്പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ കാറിൻ്റെ പിൻസീറ്റിൽ അജിത്ത് നടുക്കത്തോടെ കണ്ണാടിയിൽ കണ്ടു. പിൻസീറ്റിൽ ആ പഴയ തടിക്കസേര ഇരിക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കി.
കസാരയില്ല, സീറ്റ് ശൂന്യമാണ്. പക്ഷേ സീറ്റിലെ കുഷ്യനിൽ അപ്പോഴും ആരോ ഇരുന്നതിൻ്റെ ആഴത്തിലുള്ള കുഴിയുണ്ടായിരുന്നു. കൂടെ ഒരു ചെറിയ മാർബിളുണ്ട സീറ്റിലൂടെ ഉരുളുന്നുണ്ടായിരുന്നു. അജിത്തിൻ്റെ മാരുതി സ്വിഫ്റ്റ് കാർ റാന്നിയിലെ വിജനമായ റോഡിലൂടെ പാഞ്ഞുപോയി. പുറത്ത് പേമാരി തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. വൈപ്പർ ബ്ലേഡുകൾ ചില്ലിലുരയുന്ന ശബ്ദവും മഴയുടെ ഇരമ്പലും മാത്രമായിരുന്നു ആ കാറിനുള്ളിലെ ശബ്ദം. എന്നാൽ അജിത്തിൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നത് ആ വീട്ടിൽ നിന്ന് കേട്ട നിലവിളികളായിരുന്നു. അവൻ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചിരുന്നു. കൈവിരലുകൾ വിളറി വെളുത്തിരുന്നു. ഇടയ്ക്കിടെ അവൻ റിയർവ്യൂ മിററിലൂടെ പിൻസീറ്റിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഗേറ്റ് കടന്നപ്പോൾ കണ്ട ആ കസേരയുടെ ദൃശ്യം, അത് മനസ്സിൻ്റെ തോന്നലായിരിക്കാം എന്ന് വിശ്വസിക്കാനാണ് അവൻ ശ്രമിച്ചത്. ഇപ്പോൾ പിൻസീറ്റ് ശൂന്യമാണ്. പക്ഷേ ഒരു അസ്വാഭാവികമായ തണുപ്പ് കാറിനുള്ളിൽ തളം കെട്ടി നിൽക്കുന്നു. AC ഓഫാക്കിയിട്ടും അജിത്തിൻ്റെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കാറിൻ്റെ സ്റ്റീരിയോ സിസ്റ്റം തനിയെ ഓണായി. ഉച്ചത്തിലുള്ള സ്റ്റാറ്റിക് ശബ്ദം കാറിനുള്ളിൽ നിറഞ്ഞു. അജിത്ത് ഞെട്ടിയുറച്ച് അത് ഓഫ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ബട്ടണുകൾ പ്രവർത്തിക്കുന്നില്ല. വോളിയം കുറയ്ക്കാൻ നോക്കിയിട്ടും അത് കൂടിക്കൂടി വന്നു. ആ ഇരമ്പലിനിടയിൽ വളരെ അവ്യക്തമായ ഒരു പാട്ട് കേൾക്കാമായിരുന്നു. ഒരു പഴയ താരാട്ടുപാട്ട്. ഓമനത്തിങ്കൾ കിടാവോ, പുരുഷ ശബ്ദത്തിൽ. വളരെ വികൃതമായ രീതിയിലാണ് അത് പാടുന്നത്. തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലെ, ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരാൾ പാടുന്നതുപോലെ. നിർത്തൂ, അജിത്ത് അലറി വിളിച്ചു. അവൻ ഡാഷ്ബോർഡിൽ ആഞ്ഞടിച്ചു. പെട്ടെന്ന് പാട്ട് നിന്നു. വീണ്ടും നിശബ്ദത. എന്നാൽ ആ നിശബ്ദത അധിക നേരം നീണ്ടു നിന്നില്ല. പിൻസീറ്റിൻ്റെ തറയിൽ നിന്ന് ആ പരിചിതമായ ശബ്ദം വീണ്ടും കേട്ടു. ആ മാർബിൾ ഗോലി, അത് കാറിൻ്റെ തറയിലൂടെ ഉരുളുകയാണ്. ഇടത്തോട്ട്, പിന്നെ വലത്തോട്ട്. ഓരോ വളവ് തിരിയുമ്പോഴും അത് ഉരുളുന്ന ശബ്ദം കൃത്യമായി കേൾക്കാം. അജിത്തിന് വണ്ടി നിർത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ വിജനമായ റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിൽ വണ്ടി നിർത്താൻ അവന് ധൈര്യമില്ലായിരുന്നു. അവൻ ആക്സിലേറ്ററിൽ കാലമർത്തി. പത്തനംതിട്ട ടൗണിലെത്തണം. വെളിച്ചവും ആളുകളുമുള്ള ഒരിടത്ത്. അതിനിടയിൽ പിൻസീറ്റിൽ നിന്ന് ഒരു ചെറിയ കൈ അവൻ്റെ തോളിലേക്ക് നീണ്ടുവരുന്നത് അവൻ കൺകോണിലൂടെ കണ്ടു. വിളറിയ നനഞ്ഞൊരു കൈ. അതവൻ്റെ തോളിൽ തൊടാനാഞ്ഞതും എതിർദിശയിൽ നിന്ന് വന്ന ഒരു ലോറിയുടെ ഹെഡ്ലൈറ്റ് കാറിനുള്ളിലേക്ക് അടിച്ചു. ആ വെളിച്ചത്തിൽ പിൻസീറ്റ് ശൂന്യമായി കാണപ്പെട്ടു. പക്ഷെ അജിത്തിൻ്റെ തോളിലെ ഷർട്ടിൽ 5 വിരലുകൾ പതിഞ്ഞ നനഞ്ഞ പാട് തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. രാത്രി 9 മണിയോടെ അജിത്ത് പത്തനംതിട്ട ടൗണിലെത്തി. നഗരത്തിലെ തിരക്കും വെളിച്ചവും കണ്ടപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത്. അവൻ കാർ നേരെ ഒരു പഴയ ലോഡ്ജിൻ്റെ പാർക്കിങ്ങിലേക്ക് കയറ്റി. വീട്ടിലേക്ക് പോകാൻ അവന് ഭയമായിരുന്നു. ഒറ്റയ്ക്ക് ഒരിടത്തും ഇരിക്കാൻ വയ്യ. ഇവിടെയാകുമ്പോൾ റിസപ്ഷനിലും മറ്റും ആളുകളുണ്ടാവും. കാർ നിർത്തി പുറത്തിറങ്ങുമ്പോൾ അവൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ പിൻസീറ്റിലെ ഡോർ തുറന്നു നോക്കി. അവിടെ ഒന്നുമില്ല. പക്ഷേ സീറ്റ് നനഞ്ഞിരിക്കുന്നു. മഴ നനഞ്ഞ് ആരെങ്കിലും അതിൽ ഇരുന്നതുപോലെ. സീറ്റ് കുതിർന്നിരിക്കുന്നു. അജിത്ത് വേഗം ഡോർ വലിച്ചടച്ച് ലോഡ്ജിലേക്ക് നടന്നു. റിസപ്ഷനിൽ പ്രായമായ ഒരു മനുഷ്യനായിരുന്നു ഉണ്ടായിരുന്നത്. അജിത്ത് തൻ്റെ ID കാർഡ് നൽകി. ഒരു റൂം, AC മതി, അജിത്ത് പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് അജിത്തിനെ ഒന്ന് ഉറ്റുനോക്കി. പിന്നെ അജിത്തിൻ്റെ പിന്നിലേക്ക് നോക്കി. സാറേ, സാർ മാത്രമേ ഉള്ളൂ? അയാൾ ചോദിച്ചു. അതെ, ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ? അജിത്ത് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. അല്ല, കൂടെ ആ കുട്ടി. അയാൾ സംശയത്തോടെ പുറത്തേക്ക് അജിത്തിൻ്റെ കാർ കിടക്കുന്ന ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി. അജിത്തിൻ്റെ നെഞ്ചു പിടഞ്ഞു. കുട്ടിയോ? ഏതു കുട്ടി? സാറിൻ്റെ കൂടെ കാറിൽ നിന്നിറങ്ങിയ ആ കൊച്ചുകുട്ടി, പിങ്കുടുപ്പിട്ട. അജിത്ത് തിരിഞ്ഞു നോക്കി. ലോഡ്ജിൻ്റെ ഗ്ലാസ് വാതിലിനപ്പുറം മഴയത്ത് പാർക്ക് ചെയ്തിരുന്ന തൻ്റെ കാർ. അതിൻ്റെ പിന്നിലെ ഗ്ലാസിൽ അകത്തുനിന്ന് ആരോ കൈകളമർത്തിയിരിക്കുന്നു. ചെറിയ കൈപ്പത്തികൾ. ആവി പിടിച്ച ഗ്ലാസിൽ അത് വ്യക്തമായി കാണാം. അകത്ത് ഇരുട്ടാണ്. പക്ഷെ 2 ചെറിയ കണ്ണുകൾ ആ ഗ്ലാസ്സിലൂടെ തന്നെ നോക്കുന്നത് പോലെ അജിത്തിന് തോന്നി. എനിക്ക് കുട്ടികളില്ല, ഞാൻ വന്നത് ഒറ്റയ്ക്കാണ്, അജിത്ത് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. റൂമിൻ്റെ കീ വാങ്ങിച്ച് അവൻ വേഗം ലിഫ്റ്റിലേക്ക് നടന്നു. റിസപ്ഷനിസ്റ്റ് അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു. റൂം നമ്പർ 204. അജിത്ത് മുറിയിൽ കയറി വാതിലടച്ചു. എല്ലാ കുറ്റികളും ഇട്ടു. വാതിലിനു മുന്നിൽ ഒരു കസേര എടുത്തു വെച്ചു. മുറിയിൽ TVയും AC-യും ഉണ്ട്. അവൻ TV ഓൺ ചെയ്തു. വാർത്താ ചാനലിൻ്റെ ശബ്ദം മുറിയിലെ ഭീകരമായ നിശബ്ദതയെ മാറ്റുമെന്ന് അവൻ കരുതി. ബാത്റൂമിൽ പോയി മുഖം കഴുകി വന്നപ്പോൾ അജിത്തിന് ഒരൽപ്പം ആശ്വാസം തോന്നി. അവൻ ബെഡിലിരുന്നു. സമയം രാത്രി 10:30. അപ്പോഴാണ് അവൻ ആ ശബ്ദം കേട്ടത്. മുറിയിലെ സീലിംഗിൽ നിന്ന്.
മുകളിലെ നിലയിലെ മുറിയിൽ ആരോ നടക്കുന്നു. സാധാരണ നടക്കുന്ന ശബ്ദമല്ല, മുടന്തി നടക്കുന്ന ശബ്ദം. ഒരു കാൽ വലിച്ചു വെച്ച് നടക്കുന്നത് പോലെ. അജിത്ത് മുകളിലേക്ക് നോക്കി. ഇത് ലോഡ്ജിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയാണ്. ഇതിനു മുകളിൽ ടെറസ് മാത്രമാണുള്ളത്. ഈ മഴയത്ത് ആരാണ് ടെറസിൽ നടക്കുന്നത്? പെട്ടെന്ന് നടത്തം നിന്നു. പിന്നെ കേട്ടത് അജിത്തിൻ്റെ മുറിയുടെ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദമാണ്. വളരെ പതുക്കെ. അജിത്ത് ശ്വാസം അടക്കി പിടിച്ചു. ആരാ? അവൻ ചോദിച്ചു. മറുപടിയില്ല. വീണ്ടും മുട്ടുന്നു. ഇത്തവണ കുറച്ചുകൂടി ശക്തിയിൽ. അജിത്ത് എഴുന്നേറ്റ് വാതിലിൻ്റെ ഐഹോളിലൂടെ പുറത്തേക്ക് നോക്കി. കോറിഡോർ വിജനമാണ്. ആരുമില്ല. പക്ഷെ അവൻ കണ്ണെടുക്കാൻ തുടങ്ങിയപ്പോൾ ഐഹോളിൻ്റെ അപ്പുറത്ത് നിന്ന് പെട്ടെന്നൊരു കണ്ണു വന്നു. ചുവന്ന രക്തം നിറഞ്ഞ ഒരു കണ്ണ്. അത് അജിത്തിനെ തന്നെ നോക്കുന്നു. തുറക്ക്, കണ്ണിൻ്റെ ഉടമ അപ്പുറത്തു നിന്ന് പറഞ്ഞു. അത് ആ കുട്ടിയുടെ ശബ്ദമായിരുന്നില്ല. അത് ജയദേവൻ്റെ ശബ്ദമായിരുന്നു. ആത്മഹത്യ ചെയ്ത ഗൃഹനാഥൻ്റെ ശബ്ദം. അജിത്ത് പേടിച്ച് പിന്നോട്ട് മാറി. അവൻ ബെഡിൻ്റെ അരികിലേക്ക് വീണു. വാതിലിൻ്റെ പിടി സാവധാനം തിരിയാൻ തുടങ്ങി. താഴേക്ക്, മുകളിലേക്ക്. അജിത്ത് ലോക്ക് ചെയ്തിരുന്നതുകൊണ്ട് അത് തുറന്നില്ല. പെട്ടെന്ന് വാതിലിലെ മുട്ട് നിന്നു. മുറിയിലെ ടി വിയിൽ വാർത്താവായനയുടെ ശബ്ദം മാത്രം. അജിത്ത് ഫോൺ എടുത്ത് റിസപ്ഷനിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. ഫോൺ ഡെഡാണ്. മൊബൈലിൽ റേഞ്ച് കാണിക്കുന്നില്ല. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. ബാത്റൂമിലെ ടാപ്പ് തുറന്നിരിക്കുന്നു. വെള്ളം വീഴുന്ന ശബ്ദം. മുഖം കഴുകിയപ്പോൾ ടാപ്പ് കൃത്യമായി അടച്ചിരുന്നു. പിന്നെങ്ങനെ? അവൻ ബാത്റൂമിലേക്ക് നോക്കി. ബാത്റൂമിലെ കണ്ണാടിയിൽ ആവി പിടിച്ചിട്ടുണ്ട്. ആ ആവിയിൽ ആരോ എഴുതിയിരിക്കുന്നു, ഞങ്ങൾക്കും തണുക്കുന്നു. അജിത്ത് അലറിക്കരയാൻ തുടങ്ങി. അവൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ വാതിലിൻ്റെ അടുത്തേക്ക് ഓടി. കസാര എടുത്തു മാറ്റി വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ വാതിൽ ജാമായിരുന്നു. അതനങ്ങുന്നില്ല. മുറിയിലെ ലൈറ്റുകൾ മിന്നിത്തെളിയാൻ തുടങ്ങി. ടി വിയിലെ ദൃശ്യം മാറി. വാർത്താ ചാനൽ പോയി. സ്ക്രീനിൽ നോ സിഗ്നൽ എന്നെഴുതിയ നീല വെളിച്ചം മാത്രം. പിന്നെ ആ നീല വെളിച്ചത്തിൽ ഒരു ചിത്രം തെളിഞ്ഞു വന്നു. അത് അജിത്തിൻ്റെ കാറിൻ്റെ ഉൾവശമായിരുന്നു. കാറിൻ്റെ പിൻസീറ്റ്. ആ പിൻസീറ്റിൽ ജയദേവനിരിക്കുന്നു. കഴുത്തിൽ കുരുക്കിട്ട കയറുമായി. അയാളുടെ മടിയിൽ ആ 7 വയസ്സുകാരിയായ മകൾ. അവളുടെ കയ്യിൽ ആ മാർബിൾ ഗോലിയുണ്ട്. പിന്നെ അവർ അജിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ തുടങ്ങി. ടി വിയിൽ നിന്ന് ജയദേവൻ്റെ ശബ്ദം മുഴങ്ങി. നീ ഞങ്ങളെ കൊണ്ടുവന്നു. ഇനി നിനക്ക് പോകാൻ പറ്റില്ല. പെട്ടെന്ന് മുറിയിലെ ഫാൻ കറങ്ങാൻ തുടങ്ങി. അതിൻ്റെ വേഗത കൂടിക്കൂടി വന്നു. ഫാനിൽ നിന്ന് എന്തോ ഒന്ന് താഴേക്ക് വീണു. അതൊരു കയറായിരുന്നു. അജിത്ത് റാന്നിയിലെ വീട്ടിൽ കണ്ട അതേ കയർ. അത് ഫാനിൽ നിന്ന് തൂങ്ങി അജിത്തിൻ്റെ നേരെ ആടിക്കൊണ്ടിരുന്നു. അതിൻ്റെ അറ്റത്ത് ഒരു കുറുക്ക് തയ്യാറായിരുന്നു. അജിത്ത് മുറിയിലെ മൂലയിലേക്ക് ഒതുങ്ങി. കട്ടിലിനടിയിൽ നിന്ന് ആ കസേര വലിച്ചിഴയ്ക്കുന്ന ശബ്ദം കേട്ടു. കട്ടിൽ മെല്ലെ പൊങ്ങാൻ തുടങ്ങി. അതിനടിയിൽ നിന്ന് ആ പഴയ തടിക്കസേര തനിയെ പുറത്തേക്ക് വന്നു. അത് തെന്നി നീങ്ങി ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന ആ കുരുക്കിന് നേരെ താഴെ വന്നു നിന്നു. അതൊരു ക്ഷണമായിരുന്നു. മുറിയിലെ AC-യിൽ നിന്ന് വരുന്ന കാറ്റിന് ഇപ്പോൾ വല്ലാത്ത തണുപ്പാണ്. മരവിപ്പിക്കുന്ന തണുപ്പ്. കസേരയിൽ ആരും ഇരിക്കുന്നില്ല. പക്ഷേ കസേരയുടെ കുഷ്യൻ അമരുന്നത് അജിത്ത് കണ്ടു. ആരോ അതിൽ കയറി നിൽക്കുന്നു. അദൃശ്യമായ കൈകൾ അജിത്തിൻ്റെ കഴുത്തിൽ മുറുകാൻ തുടങ്ങി. അവനെ ആ കസേരയിലേക്ക് വലിച്ചടുപ്പിക്കുകയാണ്. വേണ്ട, എന്നെ വിടൂ, അജിത്ത് കരഞ്ഞു പറഞ്ഞു. പക്ഷേ ആ കൈകൾക്ക് ഇരുമ്പിൻ്റെ ബലമായിരുന്നു. അവൻ ആ കസേരയിലേക്ക് അടുക്കുകയാണ്. ആ കുരുക്ക് അവൻ്റെ കഴുത്തിന് നേരെ ആടിയുലയുന്നു. ആ നിമിഷം മുറിയുടെ ജനാലയ്ക്കിൽ ഒരു രൂപം മിന്നി മറഞ്ഞു. 3-ാം നിലയിൽ താഴേക്ക് ചാടാൻ ഭാഗത്തിന് തുറന്നു കിടക്കുന്ന ജനാല. അവിടെ ആ കുട്ടി നിൽക്കുന്നു. അച്ഛൻ പിടിക്കും മുമ്പ് ചാടിക്കോ, അവൾ പറഞ്ഞു. അജിത്തിന് മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ആ കുരുക്ക്, അല്ലെങ്കിൽ 3-ാം നിലയിൽ നിന്നുള്ള ചാട്ടം. ജയദേവൻ്റെ അദൃശ്യമായ കൈകൾ അവൻ്റെ കഴുത്ത് ഞെരിച്ചു. ശ്വാസം നിലയ്ക്കാൻ പോകുന്നു. അജിത്ത് സർവ്വശക്തിയുമെടുത്ത് കസാരയിൽ നിന്ന് കുതറി മാറി ജനാല ലക്ഷ്യമാക്കി ഓടി. പിന്നിൽ ആ കസാര മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടു. കൂടെ ഒരു പുരുഷൻ്റെ അലർച്ചയും. പോകാൻ പറ്റില്ലടാ നിനക്ക്. അജിത്ത് ജനാലയിലൂടെ താഴേക്ക് ചാടി. താഴെ കോൺക്രീറ്റ് തറയാണോ അതോ കാറിൻ്റെ മുകളിലേക്കാണോ വീഴുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. പക്ഷേ വായുവിൽ വെച്ച് വീഴുന്നതിനിടയിൽ ആരോ അവൻ്റെ കാലിൽ പിടിച്ചു. അവൻ ശൂന്യതയിൽ തൂങ്ങി നിന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ ജനാലയിൽ നിന്ന് പുറത്തേക്ക് നീണ്ടുവന്ന നീണ്ടുമെലിഞ്ഞ ഒരു കൈ അവൻ്റെ കണങ്കാലിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. അജിത്ത് മണ്ണിലും വിണ്ണിലുമല്ലാതെ ആ ഹോട്ടലിൻ്റെ 3-ാം നിലയ്ക്കും നിലത്തിനുമിടയിൽ പെരും മഴയത്ത് തലകീഴായി തൂങ്ങിക്കിടന്നു. ആ കൈ അവനെ മെല്ലെ മുകളിലേക്ക്
ആ മുറിയിലേക്ക് തന്നെ വലിച്ചു കയറ്റാൻ തുടങ്ങി. മഴയുടെ ഇരമ്പലിനിടയിൽ അജിത്തിൻ്റെ അലർച്ച തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. 3-ാം നിലയ്ക്കും ഭൂമിക്കുമിടയിൽ ശൂന്യതയിൽ അവൻ തല കീഴായി തൂങ്ങിക്കിടന്നു. അവൻ്റെ കണങ്കാലിൽ മുറുകെ പിടിച്ചിരുന്ന ആ കൈക്ക് ഒരു മനുഷ്യൻ്റെ ശക്തിയായിരുന്നില്ല ഉണ്ടായിരുന്നത്. തണുത്തു മരവിച്ച പരുക്കൻ കൈകൾ. മിന്നൽ പിണരുകൾ ആകാശത്തെ കീറി മുറിച്ചപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി. ആ കാഴ്ച അവൻ്റെ ബോധം കെടുത്താൻ പോന്നതായിരുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് പാതി ചാഞ്ഞു കിടക്കുന്ന ജയദേവൻ്റെ രൂപം. കഴുത്തൊടിഞ്ഞ് തല വല്ലാതെ പുറകിലേക്ക് വളഞ്ഞിരിക്കുന്നു. എന്നാൽ ആ കണ്ണുകൾ, കുഴിഞ്ഞുപോയ ആ കണ്ണുകൾ അജിത്തിനെ ഉറ്റുനോക്കുകയായിരുന്നു. എന്നെ വിട്, അജിത്ത് വേദനയോടെ ഞെരങ്ങി. ആ രൂപം ചിരിച്ചു. ശബ്ദമില്ലാത്ത ഒരു ചിരി. വായ തുറന്നപ്പോൾ പല്ലുകൾക്കിടയിൽ നിന്ന് കറുത്ത ദ്രാവകം ഒഴുകി വരുന്നുണ്ടായിരുന്നു. നീ ഞങ്ങളുടെ അതിഥിയാണ്. അതിഥികൾ പോകാൻ പാടില്ല. ജയദേവൻ്റെ കൈകൾ അജിത്തിനെ സാവധാനം മുകളിലേക്ക് വലിച്ചു. ഗുരുത്വാകർഷണത്തെ പോലും തോൽപ്പിക്കുന്ന ശക്തി. അജിത്തിൻ്റെ ശരീരം ജനാലയുടെ അരികിലേക്ക് അടുത്തു. പെട്ടെന്ന് മുറിയിൽ നിന്ന് മറ്റൊരു ശബ്ദം കേട്ടു. ആ പെൺകുട്ടിയുടെ ശബ്ദം. അച്ഛാ, വിട്ടേക്ക്, അവൻ പോട്ടെ. ജയദേവൻ്റെ ശ്രദ്ധ ഒന്ന് പാളി. ആ നിമിഷം അജിത്തിൻ്റെ കാലിലെ പിടി അയഞ്ഞു. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അജിത്ത് താഴേക്ക് പതിച്ചു. അവൻ നേരെ തറയിലല്ല വീണത്. ഭാഗ്യത്തിന് 1-ാം നിലയുടെ സൺഷെയ്ഡിൽ വെച്ചിരുന്ന പഴയ ഫ്ലക്സ് ഷീറ്റുകൾക്ക് മുകളിലേക്കാണ് അവൻ വീണത്. ശക്തമായ വീഴ്ച. അജിത്തിൻ്റെ വലതു തോളിൽ ഇടിച്ചു. വേദന കൊണ്ടവൻ പുളഞ്ഞു. മഴവെള്ളം അവൻ്റെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരുന്നു. അവൻ പണിപ്പെട്ടെഴുന്നേറ്റ് മുകളിലേക്ക് നോക്കി. 3-ാം നിലയിലെ ആ ജനല ഇപ്പോൾ ശൂന്യമാണ്. റൂം നമ്പർ 204-ലെ ലൈറ്റ് അണഞ്ഞു. ഇനി എവിടെ നിൽക്കുന്നത് അപകടമാണ്. അവൻ സൺഷെയ്ഡിൽ നിന്ന് ഒരു പൈപ്പിലൂടെ താഴേക്ക് ഊർന്നിറങ്ങി. കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശരീരം മുഴുവൻ വേദന. പാർക്കിങ്ങിലെത്തിയപ്പോൾ അവിടെ ആരുമില്ല. സെക്യൂരിറ്റി ക്യാബിൻ ഒഴിഞ്ഞു കിടക്കുന്നു. അജിത്ത് തൻ്റെ കാറിനടുത്തേക്ക് ഓടി. അവൻ കാറിനകത്ത് കയറി വാതിലടച്ചു. കാറിൻ്റെ ഉൾവശം വല്ലാതെ തണുത്തിരുന്നു. അവൻ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. ഹെഡ്ലൈറ്റ് തെളിഞ്ഞപ്പോൾ മുന്നിൽ കണ്ട കാഴ്ച അവനെ വീണ്ടും ഞെട്ടിച്ചു. ലോഡ്ജിൻ്റെ ഗ്ലാസ് വാതിലിനപ്പുറം റിസപ്ഷനിസ്റ്റ് നിൽക്കുന്നു. അയാൾ അനങ്ങുന്നില്ല. അയാളുടെ കണ്ണുകൾ വെളുത്ത് മറഞ്ഞിരിക്കുന്നു. അയാൾക്ക് തൊട്ടുപിന്നിൽ ഇരുട്ടിൽ ജയദേവൻ നിൽക്കുന്നു. ജയദേവൻ്റെ കൈകൾ റിസപ്ഷനിസ്റ്റിൻ്റെ തോളിൽ വെച്ചിട്ടുണ്ട്. അജിത്ത് നിലവിളിച്ചുകൊണ്ട് ഗിയർ മാറ്റി കാർ പിന്നോട്ടെടുത്തു. അവൻ ആ കോമ്പൗണ്ടിൽ നിന്ന് വണ്ടി പറപ്പിച്ചു. റോഡിലേക്ക് കയറിയപ്പോൾ അവൻ കണ്ണാടിയിലൂടെ നോക്കിയില്ല. നോക്കിയാൽ കാറിൻ്റെ പിൻസീറ്റിൽ അവരെ കാണാമെന്ന് അവന് ഉറപ്പായിരുന്നു. പത്തനംതിട്ട നഗരം ഉറക്കത്തിലായിരുന്നു. റോഡുകൾ വിജനം. സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നിടവിട്ട് കത്തുന്നു. അജിത്തിന് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ ആര് വിശ്വസിക്കും? ഭ്രാന്തരെന്ന് വിളിച്ച് കളിയാക്കും. അവൻ കോട്ടയം റൂട്ടിലേക്ക് വണ്ടി തിരിച്ചു. ഈ സ്ഥലത്തു നിന്ന് എത്രയും പെട്ടെന്ന് അകലുക, അതായിരുന്നു ലക്ഷ്യം. ഏകദേശം 5 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ കാറിൻ്റെ ഡാഷ്ബോർഡിലെ GPS നാവിഗേഷൻ സിസ്റ്റം തനിയെ ഓണായി. സ്ക്രീൻ തെളിഞ്ഞു. ലക്ഷ്യസ്ഥാനം സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന അറിയിപ്പ് വന്നു. അജിത്ത് അത് ഓഫ് ചെയ്യാൻ ശ്രമിച്ചു. ലക്ഷ്യസ്ഥാനം പാലയ്ക്കമറ്റം വീട്, റാന്നി. അജിത്തിൻ്റെ കൈകൾ വിറച്ചു. ഇല്ല, ഞാനങ്ങോട്ടില്ല. അവൻ വണ്ടി നിർത്താൻ ബ്രേക്കിൽ ചവിട്ടി. പക്ഷേ ബ്രേക്ക് പ്രവർത്തിക്കുന്നില്ല. പെഡൽ തറയോളം താഴ്ന്നിട്ടും വണ്ടി നിൽക്കുന്നില്ല. പകരം ആക്സിലേറ്റർ തനിയെ അമരുന്നു. വണ്ടിയുടെ വേഗത കൂടി. സ്റ്റിയറിംഗ് വീൽ അജിത്തിൻ്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു. അത് തനിയെ തിരിയുന്നു. വണ്ടി യു ടേൺ എടുത്തു. തിരികെ റാന്നിയിലേക്ക്. ദൈവമേ, എന്നെ കൊല്ലല്ലേ, അജിത്ത് കരഞ്ഞു. കാറിൻ്റെ സ്പീക്കറിലൂടെ വീണ്ടും ആ പഴയ താരാട്ടുപാട്ട് കേൾക്കാൻ തുടങ്ങി. ഇത്തവണ അത് പാടുന്നത് ജയദേവനല്ല, ആ സ്ത്രീയാണ്. ഒരു അമ്മയുടെ ശബ്ദം. പക്ഷെ അതിൽ വാത്സല്യമില്ല, വല്ലാത്തൊരു ശൂന്യത മാത്രം. വണ്ടി പാഞ്ഞു പോവുകയാണ്. അജിത്തിന് സീറ്റിലിരിക്കാൻ മാത്രമേ കഴിയൂ. അവൻ ഡോർ തുറക്കാൻ നോക്കി. സെൻട്രൽ ലോക്ക് വീണിരിക്കുന്നു. ഗ്ലാസ് താഴ്ത്താൻ നോക്കി. സ്വിച്ചുകൾ പ്രവർത്തിക്കുന്നില്ല. അവൻ ആ കാറിനുള്ളിൽ തടവിലായിരുന്നു. പിൻസീറ്റിൽ നിന്ന് ആ മാർബിൾ ഗോലി ഉരുളുന്ന ശബ്ദം വീണ്ടും കേട്ടു. അതുരുണ്ടുരുണ്ട് മുൻസീറ്റിൻ്റെ അടിയിലേക്ക് വന്നു. അജിത്ത് താഴേക്ക് നോക്കി. അവൻ്റെ കാലിനടിയിൽ ബ്രേക്ക് പെഡലിൻ്റെ അവിടെ ആ മാർബിൾ ഉണ്ട കിടക്കുന്നു. അതിനൊപ്പം ഒരു ചെറിയ കടലാസ് കഷ്ണം. അജിത്ത് വിറയ്ക്കുന്ന കൈകളോടെ അതെടുത്തു. രക്തം കൊണ്ട് അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: കളി തീർക്കാൻ സമയമായി. വണ്ടി റാന്നി ടൗൺ പിന്നിട്ടു. റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ആ ഇടുങ്ങിയ വഴിയെ വണ്ടി കുതിച്ചു. ഇരുവശത്തും മരങ്ങൾ ഓടി മറയുന്നു. അകലെ ആ വീടിൻ്റെ ഗേറ്റ് കാണാം. ഗേറ്റ് തുറന്നു കിടക്കുന്നു. വീടിൻ്റെ എല്ലാ ജനലകളിലും വെളിച്ചം. കറണ്ടില്ലാതിരുന്നിട്ടും വീട് മുഴുവൻ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നു.
അതൊരു സാധാരണ വെളിച്ചമായിരുന്നില്ല. ഒരു മഞ്ഞ നിറത്തിലുള്ള വിളറി വെളുത്ത പ്രകാശം. കാർ വീടിൻ്റെ മുറ്റത്തേക്ക് ഇരച്ചു കയറി. പോർട്ടിക്കോയിൽ വണ്ടി സഡൻ ബ്രേക്കിട്ട് നിന്നു. അജിത്തിൻ്റെ തല സ്റ്റിയറിങ്ങിലിടിച്ചു. നിശബ്ദത. പാട്ട് നിന്നു. കാറിൻ്റെ ഡോർ ലോക്കുകൾ തനിയെ തുറന്നു. അജിത്ത് പുറത്തിറങ്ങണോ എന്ന് ചിന്തിച്ചു. പക്ഷേ കാറിനുള്ളിലിരിക്കുന്നത് ഇപ്പോൾ സുരക്ഷിതമല്ല. കാറിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് പുക വരാൻ തുടങ്ങി. അവൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. മഴ മാറിയിരുന്നു. പക്ഷേ അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു മൗനം. വീടിൻ്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നു. ആളിലെ വെളിച്ചത്തിൽ ആ തടിക്കസാര നടുവിലായിട്ടിട്ടുണ്ട്. അതിനു മുകളിൽ സീലിംഗിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ആ കയർ. കസാര തന്നെ നോക്കി നിൽക്കുന്നതുപോലെ അവന് തോന്നി. അതിലേക്ക് നടക്കാൻ അവൻ്റെ കാലുകൾക്ക് തനിയെ ചലനം ലഭിച്ചു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. കസാരയിൽ ഒരു ഡയറി ഇരിക്കുന്നു. പഴയ ചട്ടയില്ലാത്ത ഒരു ഡയറി. അജിത്ത് പതുക്കെ വീടിനുള്ളിലേക്ക് കയറി. ഓരോ അടി വയ്ക്കുമ്പോഴും തറയിലെ തണുപ്പ് കാലിലൂടെ അരിച്ചു കയറുന്നു. അവൻ കസേരയുടെ അടുത്തെത്തി. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ ഡയറി എടുത്തു. അവസാന പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എൻ്റെ കടം തീർക്കാൻ ഒരാൾ വരും. അവൻ ഈ കസാരയിലിരിക്കും. അതോടെ ഞങ്ങൾക്ക് മോചനം കിട്ടും. അജിത്ത് തലയുയർത്തി. അവൻ്റെ ചുറ്റും 3 പേർ നിൽക്കുന്നുണ്ടായിരുന്നു. ജയദേവൻ, ഭാര്യ, മകൾ. അവർ 3 പേരും അജിത്തിനെ നോക്കി കൈകൂപ്പി നിൽക്കുകയാണ്. അവരുടെ കഴുത്തിൽ കുരുക്കിൻ്റെ പാടുകൾ ആഴത്തിൽ കാണാം. ജയദേവൻ ഒരടി മുന്നോട്ട് വെച്ചു. ഇരിക്കേ, ഈ കസാര നിനക്കുള്ളതാണ് അജിത്ത്. അജിത്ത് പിന്നോട്ട് മാറാൻ നോക്കി. പക്ഷെ അവൻ്റെ കാലുകൾ തറയിൽ ഉറച്ചുപോയിരുന്നു. അല്ല, തറയിൽ നിന്ന് 100 കണക്കിന് കൈകൾ ഉയർന്നു വന്ന് അവൻ്റെ കാലിൽ പിടിച്ചിരുന്നു. അവൻ ആ കസാരയിലേക്ക് വീഴുകയായിരുന്നു. അജിത്തിൻ്റെ ശരീരം തളർന്നുപോയിരുന്നു. തറയിൽ നിന്നുയർന്നു വന്ന അദൃശ്യമായ കരങ്ങൾ അവനെ ആ കസാരയിലേക്ക് ബലമായി ഇരുത്തി. തണുത്തുറഞ്ഞ ആ തടിയിൽ ശരീരം സ്പർശിച്ചപ്പോൾ ഒരു ഷോക്കേറ്റതുപോലെ അവൻ വിറച്ചു. മുന്നിൽ ജയദേവൻ നിൽക്കുന്നു. അയാളുടെ കണ്ണുകളിൽ പ്രതികാരമായിരുന്നില്ല, മറിച്ച് ഒരുതരം നിസ്സഹായതയും ക്രൂരമായ ആശ്വാസവുമായിരുന്നു. ജയദേവൻ കൈനീട്ടി. സീലിംഗിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ആ പഴയ കയർ ഒരു പാമ്പിനെ പോലെ താഴേക്ക് ഇഴഞ്ഞു വന്നു. ഞങ്ങൾക്കിവിടെ മടുത്തു അജിത്ത്. ജയദേവൻ്റെ ശബ്ദം മുറിയിലെ വായുവിൽ ഘനീഭവിച്ചു. 5 വർഷമായി ഈ ഇരുട്ടിൽ. ഞങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകണം. പക്ഷേ ഈ വീടിന് ഒരു ജീവൻ വേണം, ഒരു പകരക്കാരൻ. നീ വന്നത് അതിനാണ്. ജയദേവൻ്റെ ഭാര്യ ഒരു നിഴൽ പോലെ അജിത്തിൻ്റെ പിന്നിലെത്തി. അവരുടെ തണുത്ത കൈകൾ അജിത്തിൻ്റെ തോളിലമർന്നു. ആ സ്പർശനം അവൻ്റെ എല്ലുകൾക്കുള്ളിലേക്ക് തുളച്ചു കയറി. ആ 7 വയസ്സുകാരി കുട്ടി അജിത്തിൻ്റെ കാലിനരികിലിരുന്ന് ആ മാർബിൾ ഗോലി ഉരുട്ടിക്കൊണ്ടിരുന്നു. അവൾ തലയുയർത്തി ചിരിച്ചു. അവളുടെ വായ നിറയെ ചോരയായിരുന്നു. അങ്കിൾ ഉറങ്ങിക്കോ, നല്ല സുഖമാണ്. അജിത്ത് കുതറാൻ ശ്രമിച്ചു. എനിക്ക് ജീവിക്കണം, എന്നെ വിടൂ. ജയദേവൻ ചിരിച്ചു. എനിക്കും ജീവിക്കണമായിരുന്നു അജിത്ത്. എൻ്റെ മകൾക്കും ജീവിക്കണമായിരുന്നു. പക്ഷേ ബാധ്യതകൾ, അതാരും തീർത്തില്ല. ഇപ്പോൾ നീ ഞങ്ങളുടെ ബാധ്യതകൾ തീർക്കും. കയറിൻ്റെ കുരുക്ക് അജിത്തിൻ്റെ കഴുത്തിൽ വീണു. പരുക്കൻ കയർ തൊലിയിൽ ഉരഞ്ഞു. ജയദേവൻ കസേരയുടെ കാലിൽ പിടിച്ചു. യാത്ര പറഞ്ഞോളൂ. അയാളുടെ ശബ്ദം മുഴങ്ങി. അജിത്ത് കണ്ണുകൾ ഇറുകി അടച്ചു. മരണം മുന്നിൽ കണ്ട നിമിഷം. ജയദേവൻ കസേര തട്ടിമാറ്റി. കസേര മറിഞ്ഞു വീണു. അജിത്തിൻ്റെ ശരീരം താഴേക്ക് പതിച്ചു. കഴുത്തിലെ കുരുക്ക് മുറുകി. അവൻ ശൂന്യതയിൽ തൂങ്ങി. ശ്വാസം കിട്ടാതെ അജിത്ത് പിടഞ്ഞു. തൊണ്ടയിൽ നിന്ന് വികൃതമായ ശബ്ദങ്ങൾ പുറത്തു വന്നു. കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്നു. നാവ് വരളുന്നു. അവൻ്റെ കൺമുന്നിൽ ഇരുട്ട് പരക്കാൻ തുടങ്ങി. ആ ഇരുട്ടിൽ അവൻ ജയദേവൻ്റെ ഓർമ്മകൾ കണ്ടു. കടക്കാർ വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുന്നത്, ജയദേവൻ ഭാര്യയെ കെട്ടിപ്പിടിച്ച് കരയുന്നത്, അവസാനം വിഷം കൊടുക്കാൻ ധൈര്യമില്ലാതെ ഉറങ്ങിക്കിടന്ന മകളുടെ കഴുത്തിൽ തോർത്തു മുറുക്കുന്നത്. ആ വേദന, ആ കുറ്റബോധം, അതെല്ലാം അജിത്തിൻ്റെ മനസ്സിലൂടെ ഒരു പ്രളയം പോലെ ഇരച്ചു കയറി. ഇത് വെറുമൊരു മരണമല്ല, അവരുടെ ആത്മാക്കളുടെ ഭാരം കൂടി അജിത്തിലേക്ക് കൈമാറുകയാണ്. അജിത്തിൻ്റെ ബോധം മറയുന്നതിന് തൊട്ടുമുമ്പ് അവൻ്റെ കാലിൽ ആരോ പിടിച്ചു തൂങ്ങി. ആ കുട്ടി. അവൾ അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് താഴേക്ക് വലിച്ചു. കഴുത്തിലെ കുരുക്ക് എല്ലുകൾ തകർക്കുന്ന വേദന സമ്മാനിച്ചു. അച്ഛാ, ഇയാളുടെ ജീവൻ പോകുന്നില്ല, കുട്ടി നിലവിളിച്ചു. പെട്ടെന്ന് സീലിംഗിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. പഴയ ഫാനിൽ കെട്ടിയിരുന്ന ദ്രവിച്ച കയർ. 5 വർഷത്തെ പഴക്കമുള്ള ആ കയർ. അജിത്തിൻ്റെയും ആ കുട്ടിയുടെ ആത്മാവിൻ്റെ ഭാരവും താങ്ങാനാവാതെ അത് പൊട്ടി. അജിത്ത് തറയിലേക്ക് വീണു. കൂടെ ആ കുട്ടിയുടെ രൂപവും അപ്രത്യക്ഷമായി. കഴുത്തിൽ കുരുങ്ങിക്കിടന്ന കയറുമായി അവൻ തറയിൽ കിടന്ന് ശ്വാസം വലിച്ചു.
ഓരോ ശ്വാസവും തീ പോലെ എരിയുന്നുണ്ടായിരുന്നു. അവൻ ചുമച്ച് രക്തം തുപ്പി. ഇപ്പോഴും മുറിയിൽ വെളിച്ചമുണ്ട്. ജയദേവനും ഭാര്യയും അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ജയദേവൻ അലറിക്കൊണ്ട് അജിത്തിന് നേരെ പാഞ്ഞു വന്നു. പക്ഷെ ജനലിലൂടെ പ്രഭാതത്തിൻ്റെ ആദ്യ കിരണം മുറിയിലേക്ക് അടിച്ചു കയറി. ദൂരെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിയുടെ ശബ്ദം കേട്ടു. ആ വെളിച്ചം തട്ടിയതും ജയദേവൻ്റെ രൂപം പുക പോലെ വിറച്ചു. ഇനിയും വരുമല്ലോ നീ, ജയദേവൻ പല്ലിറക്കി. നിന്റെ നിഴലിൽ ഞാനുണ്ടാകും. ആ വെളിച്ചത്തിൽ ആ 3 രൂപങ്ങളും സാവധാനം മാഞ്ഞുപോയി. അവസാനം ആ തറയിൽ ഉരുളുന്ന മാർബിൾ ഗോലിയുടെ ശബ്ദം മാത്രം അവശേഷിച്ചു. അജിത്ത് ബോധരഹിതനായി. 2 ദിവസങ്ങൾക്ക് ശേഷം പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ ICUയിൽ വെച്ചാണ് അജിത്തിന് ബോധം തെളിഞ്ഞത്. കഴുത്തിൽ വലിയൊരു ബാൻഡേജ് ഉണ്ടായിരുന്നു. സംസാരിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ അടുത്ത് നിന്ന പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു, ഭാഗ്യവാനാണ് നിങ്ങൾ. അയൽവാസിയായ രാഘവൻ ചേട്ടനാണ് രാവിലെ ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടത്. സംശയം തോന്നി നോക്കിയപ്പോൾ നിങ്ങൾ ഹാളിൽ ബോധം കെട്ട് കിടക്കുന്നു. പഴയ ഫാനിൽ കെട്ടിയിരുന്ന കയർ പൊട്ടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അജിത്ത് ഇൻസ്പെക്ടറെ നോക്കി. അയാളുടെ കണ്ണുകളിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം അത്ഭുതമാണ്. നിങ്ങൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച ആ കയർ, അത് 5 വർഷം മുമ്പ് ജയദേവൻ മരിക്കാൻ ഉപയോഗിച്ച അതേ കയറാണ്. പോലീസ് അന്നത് അഴിച്ചുമാറ്റി സീൽ ചെയ്ത് സ്റ്റേഷനിൽ വെച്ചിരുന്നതാണ്. അതെങ്ങനെ തിരിച്ചാ വീട്ടിലെത്തി? അജിത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. പിന്നെ ഇൻസ്പെക്ടർ തുടർന്നു, നിങ്ങളുടെ കാർ അത് റാന്നിയിൽ നിന്ന് 15 കിലോമീറ്റർ അപ്പുറം ഒരു കൊക്കയിലേക്ക് മറിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളെങ്ങനെയാണ് വീട്ടിലെത്തിയത്? ആരാണ് കാർ കൊണ്ടുപോയി കളഞ്ഞത്? അജിത്ത് കണ്ണുകളടച്ചു. കാർ അതവർ നശിപ്പിച്ചതാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം അജിത്ത് ഡിസ്ചാർജായി. അവൻ ഉടൻ തന്നെ സ്ഥലം മാറ്റം വാങ്ങി തിരുവനന്തപുരത്തേക്ക് പോയി. റാന്നിയിലെ ആ വീടിൻ്റെ പരിസരത്ത് പോലും അവൻ പിന്നീട് പോയിട്ടില്ല. 3 മാസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തെ തിരക്കുള്ള ബാങ്ക് ഓഫീസ്. അജിത്ത് തൻ്റെ ക്യാബിനിലിരുന്ന് ഫയലുകൾ നോക്കുകയാണ്. പുറമെ അവൻ ശാന്തനാണ്. പക്ഷേ കൂടെ ജോലി ചെയ്യുന്നവർ പറയാറുണ്ട്, അജിത്ത് സാർ ആകെ മാറിപ്പോയി എന്ന്. പണ്ടത്തെ ചിരിയില്ല. എപ്പോഴും ആലോചനയിലാണ്. ഇടയ്ക്കിടെ തനിയെ സംസാരിക്കുന്നത് കാണാം. അജിത്ത് ഒരു ലോൺ ആപ്ലിക്കേഷൻ പരിശോധിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ്റെ ഫോൺ ബെല്ലടിച്ചു. അവൻ ഫോൺ എടുത്തു. മറുതലയ്ക്കൽ ആരും മിണ്ടുന്നില്ല. ഒരു സ്റ്റാറ്റിക് ശബ്ദം മാത്രം. പിന്നെ വളരെ നേർത്ത ഒരു ശബ്ദം. അവൻ ഫോൺ കട്ട് ചെയ്തു. കൈകൾ വിറയ്ക്കുന്നില്ല. മുഖത്ത് ഭയമില്ല. പകരം അവൻ്റെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വിരിഞ്ഞു. അജിത്തിൻ്റേതല്ലാത്ത ഒരു ചിരി. അവൻ മുന്നിലിരുന്ന ഫയലിൽ ഒപ്പിട്ടു. സാധാരണ അജിത്ത് കുമാർ എന്നാണ് അവൻ ഒപ്പിടാറുള്ളത്. പക്ഷേ ഇത്തവണ അവനറിയാതെ കൈകൾ ചലിച്ചു. ഒപ്പുവീണത് ഇങ്ങനെയായിരുന്നു, ജയദേവൻ. അജിത്ത് ആ ഒപ്പിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ ചുവന്നു വന്നു. അവൻ കസാരയിലേക്ക് ചാരിയിരുന്നു. കഴുത്തിലെ കയർ മുറുകിയ പാടിൽ അവൻ തടവി. ബാധ്യത തീർന്നു. അവൻ സ്വയം മന്ത്രിച്ചു. ആ ശബ്ദം അജിത്തിൻ്റേതായിരുന്നില്ല. അത് ജയദേവൻ്റെ പരുക്കൻ ശബ്ദമായിരുന്നു. അജിത്തിൻ്റെ ക്യാബിൻ്റെ മൂലയിൽ ആരും കാണാതെ ഒരു ചെറിയ മാർബിൾ ഗോലി തനിയെ ഉരുളുന്നുണ്ടായിരുന്നു. അവൻ ആ വീട്ടിൽ നിന്നും പുറത്തു കടന്നെങ്കിലും അവൻ രക്ഷപ്പെട്ടില്ല. ആ വീട് അവനെ വിട്ടില്ല. ഇപ്പോൾ അജിത്തിൻ്റെ ശരീരം തന്നെയാണ് ആ അടച്ച മുറി. അതിനുള്ളിൽ അവർ 3 പേരും സുഖമായി കഴിയുന്നു.